ഞാൻ പച്ചയ്ക്ക് തെറി പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് ഇതിനേക്കാൾ നല്ലത് തലയിൽ തുണിയിട്ട് പോകേണ്ടി വരും. ഇത്രയും കാലം നടന്നില്ല അവൻ്റെ ഇതിൻ്റെ കൂടെ. അവ എത്ര വല്ലേ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ആ മുകേഷിന് വേണ്ടിയിട്ട് ആ പെണ്ണ് എന്നെ അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. ഒന്നാം കെട്ടിയുള്ള നോക്കാൻ കഴിവില്ലാത്തവനല്ല അവൻ. എന്തിനാ നാട് നന്നാക്കാൻ പറ്റും? ആദ്യം വീട് നന്നാക്കി കൂടെ അവന്. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി മാത്രമല്ലേ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നിട്ടുള്ളൂ. എന്താ അതിൽ വേറെ ആരും ഇല്ലേ? സാഫി ഒരു കുരച്ചുകൊണ്ടൊന്നും അവിടെ ഒന്നും നടക്കില്ല. ഇവർ ഭരിച്ച കോൺഗ്രസ്സുകാരല്ല ഇന്ത്യ ഭരിക്കണതെന്ന് നരേന്ദ്രമോദിയാണ്. അല്ല, ഈ പാർട്ടിക്ക് ഞാൻ ചോദിക്കുന്നതല്ല, പാർട്ടി സ്ഥാനം രാജിവെച്ചുകൊണ്ട് വോട്ട് ചെയ്തവർക്ക് എന്താണ് ഇതിലുള്ളത്? വീട്ടിലിരുന്നുകൊണ്ട് പാലക്കാട് കാര്യം നടക്കുമോ? അപ്പോൾ പാലക്കാട്ടുകാർക്ക് പാവം കള്ളനായി തോന്നിയില്ലേ? ഇതെന്താണ്ടത് കേൾക്കണത്? മാനം കളയോ? ഇതെന്താണിത്? ഇതിലേതെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ? ഈ ആണിന് അതുമാരത്തെ ഒരു മാനമൊന്നും ഇല്ലേ? പെണ്ണുങ്ങൾക്ക് മാത്രം മാനം വിലയുള്ളൂ. അയാൾക്ക് പാർട്ടി സീറ്റില്ലെങ്കിൽ MLA സീറ്റ് അയാൾക്ക് എന്തിനാണ് രാജിവെച്ചുകൂടത്? അവൻ ആദ്യം MLA സ്ഥാനം രാജിവെച്ചിട്ട് ആ യൂത്ത് കോൺഗ്രസിൽ അവിടെ പ്രവർത്തിക്കേണ്ടതായിരുന്നു. രാഹുൽ മാൻകൂട്ടത്തിന്റെ വിജയം നമ്മളത് അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവരാണ്. രാഹുൽ മാൻകൂട്ടം ഈ പറയുന്ന അപ്പോൾ പാലക്കാട് കള്ളവോട്ടാണോ രാഹുൽ മാൻകൂട്ടം ജയിച്ചത്? 3000 വോട്ടിന് BJP തോറ്റ ഫണ്ടിൽ 17,000 വോട്ട് വന്നപ്പോൾ കള്ളവോട്ടായി മാറിയോ? അത് അവൻ തെളിയിക്കേണ്ടത് അവനാണ്. ഞങ്ങളാരും അവൻ്റെ കൂടെ നടന്നിട്ടില്ല. ഇത്രയും കാലം യൂത്ത് കോൺഗ്രസിനും ഈ പറയുന്ന രാഹുൽ മാൻകൂട്ടത്തെ പത്തനംതിട്ടയിലൊക്കെ കൂടെ നടന്ന കോൺഗ്രസ്സുകാർ പറയണത്. അപ്പോൾ അവർ തെളിവായതുകൊണ്ടാണല്ലോ അവൻ രാജിവെപ്പിച്ചത്. അപ്പോൾ അവർക്ക് ഇതിന് മുന്നേ അറിയില്ലേ? സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് മുന്നേ അറിയില്ലേ ഈ കാര്യം? ഇത്രയും കാലം നടന്നില്ല അവൻ്റെ ഇതിൻ്റെ കൂടെ. അവ എത്ര വല്ലേ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ഇത്ര കൊല്ലമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അവൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എത്ര കൊല്ലമുണ്ട്? ചുരുങ്ങിയത് ഒരു 18 വയസ്സിൽ തുടങ്ങിയെന്നെങ്കിൽ നമുക്ക് കണക്കാക്കാലോ. അന്നോട്ട് കോൺഗ്രസിനൂടെ ഉണ്ടല്ലോ. ഞാൻ പച്ചയ്ക്ക് തെറി പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് ഇതിനേക്കാൾ നല്ലത് തലയിൽ തുണിയിട്ട് പോകേണ്ടി വരും. ഇതൊന്നും രാജിയില്ല, ഇവർക്കൊന്നും രാജിയില്ല. ഇവരെന്തിനാണ് രാജി? ആ മുകേഷിന് വേണ്ടിയിട്ട് ആ പെണ്ണ് എന്നെ അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. സ്വന്തം മുകേഷിന് ഒന്നാം കെട്ടിയുള്ള നോക്കാൻ കഴിവില്ലാത്തവനല്ല അവൻ. എന്തിനാ നാട് നന്നാക്കാൻ പറ്റും? ആദ്യം വീട് നന്നാക്കി കൂടെ അവന്. ആദ്യം കുടുംബത്തിലെ ചോറ് കൊടുക്കണ്ടേ, എന്നിട്ട് വേണ്ട നാട്ടുകാർ. പക്ഷെ കൊല്ലത്തുകാർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് അവനെ ജയിപ്പിച്ചത്. മന്ത്രിയായിട്ടിരിക്കുന്ന ഗണേഷ് കുമാർ വേസ്റ്റ്. അത്രയ്ക്ക് ഉണ്ടെങ്കിൽ 3-ാം സ്ഥാനം അവനൊന്ന് ഒരു ട്രിപ്പും കൂടി LDF കൊടുക്കാൻ പറയും. നല്ലൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ കൊടുക്കും. VS അച്യുതാനന്ദൻ 3 ട്രിപ്പ് ഇവിടെ ജയിച്ചിട്ടുണ്ട് പാലക്കാട് ഇല്ലേ? പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി അവിടെ ജയിച്ചിട്ടുണ്ട് ഇല്ലേ? നരേന്ദ്രമോദി ഇഷ്ടം പ്രാവശ്യം അവിടെയും ജയിച്ചിട്ടുണ്ട് ഇല്ലേ? സീറ്റ് പോയിട്ടില്ലല്ലോ. ഒന്ന് കൊടുക്കാം. അപ്പം പറയാം ഒരു പാർട്ടി നിയമമാണ് പറയും അല്ലേ? എൻ്റെ അറിവിൽ സുനിൽകുമാർ ആയാലും ആരായാലും ഈ MLA സീറ്റ് MP സീറ്റും അവിടെ ഈ ട്രിപ്പ് ഇങ്ങനെ ആ ട്രിപ്പ് ഇങ്ങനെയെന്ന് പെട്ട് നിർത്തിയ ചരിത്രമില്ല. ഉണ്ടോ? ഇല്ല. അവർക്ക് തോന്നിയവർക്ക് നിൽക്കണ്ടില്ലേ? പഞ്ചായത്തിൽ മാത്രമാണ് അവിടെ ആ വാർഡ് അങ്ങനെയാണ് ഈ വാർഡ് ഇങ്ങനെയാണെന്ന് വരുന്നത് അല്ലേ? നാട്ടുകാരുടെ പൊട്ടനൊക്കെ 4 ട്രിപ്പ് ഒരാൾ ജയിച്ചാൽ അടുത്ത ട്രിപ്പ് അത് ഹരിജൻ വാർഡായി. അയാൾ ജയിക്കാൻ പാടില്ല. സീറ്റ് മാറ്റാനുള്ള പണിയാണത്. ഇതെന്താ? അവർക്ക് പഞ്ചായത്തിലും ബ്ലോക്കിലും മാത്രം ഈ നിയമം. ആർക്ക് വേണമെങ്കിൽ നിൽക്കുക, കഴിവുള്ളവർ നിന്ന് ജയിക്കട്ടെ പറയുന്നില്ല. പഞ്ചായത്തിൽ മാത്രം. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് അറിയാൻ തുടങ്ങി. കുഞ്ഞു പത്തനംതിട്ട മറ്റേ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി മാത്രമല്ലേ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നിട്ടുള്ളൂ. എന്താ അതിൽ വേറെ ആരും ഇല്ലേ? അത് അവരുടെ സീറ്റാണ്. അത് മാറി വരണം എന്നുള്ള നിയമമൊന്നുമില്ലേ? കാര്യമായിട്ടുള്ള ചോദ്യമല്ലേ സാർ അത്? പാലക്കാടെങ്കിലും ഒരു പ്രാവശ്യം LDF ജയിച്ചു, കോൺഗ്രസ് ജയിച്ചു, എല്ലാം ശരിയാണ്. ഈ പറയുന്ന ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്തിൽ മാത്രം അത് ഹരിജൻ വാർഡാണ്, അത് ആ വാർഡാണ് ഈ വാർഡാണെന്ന് മാത്രം പഞ്ചായത്തിൽ മാത്രം വരുന്നത്? അവിടെ ഡൽഹി പോയിട്ട് ഒരു കാര്യമില്ല, നിലവിളിക്കൽ മാത്രമേ ഉള്ളൂ. അവിടെ ആൺകുട്ടികൾ വേറെയുണ്ട്, നടക്കില്ല. എന്താ കാരണം വെച്ചാൽ സാഫി ഒരു കുരച്ചുകൊണ്ടൊന്നും അവിടെ ഒന്നും നടക്കില്ല. ഇവർ ഭരിച്ച കോൺഗ്രസ്സുകാരല്ല ഇന്ത്യ ഭരിക്കണതെന്ന് നരേന്ദ്രമോദിയാണ്. അത് 1.5 കഴിവാണ്. ഇവർ ഉദ്ദേശിക്കണമൊന്നും നടക്കില്ല. ഇവർ ഉദ്ദേശിക്കുക പറഞ്ഞാൽ ഇവർക്ക് കക്കണം, അതവിടെ നടക്കില്ല സാറേ. പണ്ട് ഞാൻ ഒരു PMROI ലോൺ എഴുതാൻ വേണ്ടിയിട്ട് മാസങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് സാധാരണക്കാരൻ ബാങ്കിൽ പോയി ലോൺ വാങ്ങാൻ 3 ദിവസം മതി. ശരിയല്ലേ? ശരിയാണോ? അല്ലേ? അതെന്താ മാറ്റം? അതൊരു മാറ്റമല്ലേ? അതൊക്കെയാണ് നോക്കേണ്ടത്. ഈ ആരോഗ്യ ഇൻഷുറൻസ് അത് ഇതും നരേന്ദ്രമോദി കൊണ്ടുവന്നതല്ലേ? ഇവരെന്താ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ നിങ്ങൾ? കേരളത്തിലേക്ക് വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി കൊണ്ടുവന്ന എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഞാൻ പാർട്ടി ബേസിൽ കുറ്റം പറയല്ല, നല്ലത് ചെയ്ത് നല്ലതെന്ന് പറയണം. അതിന് കഴിവുണ്ട്. ഞാൻ പറഞ്ഞാൽ അത് അവനും കൂടി മോശമായി പോകും.
അത് ഉമ്മർത്ത് നിന്ന് അവന് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. അത് ബാക്കിയുള്ള ആൾക്കാർക്ക് ലയിക്കുന്നില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം അല്ലേ? രാഹുൽ മാങ്കൂട്ടം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് അന്ന് ബി ജെ പിക്കാർ നല്ല സ്ഥാനാർത്ഥി നല്ല നമ്മുടെ സ്ഥാനാർത്ഥി സ്ട്രോങ് എന്നായിരുന്നു. പക്ഷേ സാഫിൻ്റെ ഇതിൽ ജയിച്ചതാണ്. പക്ഷേ ഇപ്പം ആരും അവൻ്റെ കൂടെ ഇല്ല, രാഹുൽ മാങ്കൂട്ടത്തിലൂടെ. പക്ഷേ സാഫി എന്തൊക്കെയോ പറയണ്ടായിരുന്നു, ആ കേസ് നടക്കട്ടെ പിടിക്കട്ടെ എന്ന്. അതല്ലല്ലോ. യൂത്ത് കോൺഗ്രസ് ഇവിടെ പോയി MLA ആയിട്ട് പാലക്കാട് വരാൻ പറ്റും, ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കാമെന്ന് എന്താ എത്ര ദിവസം പറഞ്ഞില്ലേ? ഉമ്മൻചാണ്ടി നിന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് അവിടുത്തെ നാട്ടുകാർ കൂടെ നിന്നില്ലേ? ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സിൽ എന്താണ് അവനെക്കുറിച്ച് ഇത്ര നേരിട്ട് ഒന്നും മിണ്ടാത്ത? ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടോ? എവിടെ ആർക്ക് രാജിവെച്ചു? അല്ല, ഈ പാർട്ടിക്ക് ഞാൻ ചോദിക്കുന്നതല്ല, പാർട്ടി സ്ഥാനം രാജിവെച്ചുകൊണ്ട് വോട്ട് ചെയ്തവർക്ക് എന്താണ് ഇതിലുള്ളത്? വോട്ട് ചെയ്ത് പാലക്കാടുകാരല്ലേ ആണോ? പാർട്ടി സ്ഥാനം രാജിവെച്ചിട്ട് ഈ വോട്ടർമാർക്ക് എന്ത് കിട്ടും? അയാൾക്ക് പാർട്ടിക്ക് വേണ്ടത് MLA രാഹുലിന് എന്തിനാണ് ഇനി രാജിവെച്ച് വീട്ടിലിരിക്കട്ടെ എന്നാ? പത്തനംതിട്ടയിലല്ലേ അവൻ, പാലക്കാട് വന്ന് ജയിച്ചതല്ലേ? യൂത്ത് കോൺഗ്രസിന്റെ ആയിരുന്നില്ല ആദ്യം ഇൻചാർജ്, എന്നിട്ടല്ലേ MLA കിട്ടിയത്. അപ്പോൾ അവൻ ചെയ്യേണ്ടത് ആദ്യം അതാണ്. വീട്ടിലിരുന്നുകൊണ്ട് പാലക്കാട് കാര്യം നടക്കുമോ? അപ്പോൾ പാലക്കാട്ടുകാർക്ക് പാവം കള്ളനായി തോന്നിയില്ലേ വരാത്തതുകൊണ്ട്? മടി കനമുള്ളതുകൊണ്ടല്ലേ പേടി, എന്താവും വരാത്ത? സ്വാതന്ത്ര്യ ചിഹ്നമായിട്ട് ബക്കറ്റിലോ ആപ്പിളോ ഓറഞ്ചിലല്ലല്ലോ സ്ഥാനാർത്ഥിയെ നിന്ന് ജയിച്ചത്, കൈയടയാളത്തിൽ തന്നല്ലേ അല്ലേ? അപ്പം അവൻ എന്തുകൊണ്ട് ഇവിടുത്തെ കൈയടയാളത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ സപ്പോർട്ട് ചെയ്യുന്നില്ല? പാലക്കാട് MLA സ്ഥാനം രാജിവെച്ചിട്ട് അവൻ നിൽക്കേണ്ടത് വീണ്ടും മത്സരിക്കുക, ജനങ്ങളുടെ പണത്തിന് കളയാനല്ല നോക്കുക. ഇതൊക്കെ ഞങ്ങൾ കിട്ടുന്ന നികുതി പണമാണ് ഈ ഇലക്ഷനൊക്കെ. ആരെങ്കിലും രാഷ്ട്രീയക്കാരുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും പോസ്റ്റ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? ആരും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയക്കാരും, ഈ പറയുന്ന ഞാനും നിങ്ങളെ പോലെയുള്ള സാധാരണക്കാർ ചെയ്യുന്ന ഓരോ നികുതി ഇതാ. അപ്പം ഞാൻ വണ്ടിയിൽ ഓടുന്ന ടാക്സ് കെട്ടുന്നതിൻ്റെ ഒക്കെ തന്നെയല്ലേ? അപ്പം അയാൾ ചെയ്യേണ്ടത് എന്താണ്? അയാളുടെ സത്യസന്ധത തെളിയിക്കാൻ കൂടെ നിൽക്കേണ്ട പാർട്ടിക്കാർ കൈവിട്ടു. ഇനി അയാൾക്ക് എന്തിനു ഇനി MLA സ്ഥാനം? പാർട്ടിക്ക് വേണ്ടാത്ത സീറ്റ് അയാൾക്ക് വേണോ? ഇവരെ നമ്പിയിട്ട് ഇനി രാഹുൽ മാങ്കൂട്ടം എത്ര കാലം കോൺഗ്രസിൽ നിൽക്കും? ഇവരെങ്ങനെ വിശ്വസിച്ച് മാൻകൂട്ടം നിൽക്കും? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, അതിനാദ്യം ഒരു മറുപടി തരും. ഞാൻ അതൊന്നും ഞാൻ ചോദിച്ചില്ല. ഇവരെ നമ്പിയിട്ട് ഈ കോൺഗ്രസ്സുകാർ, ഈ കോൺഗ്രസ് പെട്ടുള്ള പാവം നടന്നത് അല്ലേ? എങ്ങനെ വിശ്വസിച്ച് കോൺഗ്രസ്സുകാരുടെ അവൻ ഇനി നിൽക്കും? ഇവരെ വിശ്വസിച്ചിട്ട് എങ്ങനെ നിൽക്കുക? അതും കൂടി ഒന്ന് പറഞ്ഞു തരും. അപ്പൊ കോൺഗ്രസ്സുകാർ രാജിവെച്ചു എന്നല്ല പറയേണ്ടത്, കോൺഗ്രസ്സുകാർ രാജിവെപ്പിച്ചു അല്ലേ? അതല്ല അതിൻ്റെ യഥാർത്ഥ സത്യം. കോൺഗ്രസ്സുകാർ രാജിവെപ്പിച്ചു. എന്തിന്? ഈ ആരോപണം വന്നു പറയുമില്ലേ? ആരുടെയൊക്കെ പേരിൽ കേരളത്തിലെ മന്ത്രിമാരായിട്ട് നിൽക്കുന്നതിൽ ആരോപണം വരാത്ത എത്ര മന്ത്രിമാരുണ്ട്? ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒറ്റ ചോദ്യം. ആരൊക്കെ ഉണ്ട്? ഇവര് അവിടെ കേരളത്തിൽ നിന്ന് പാലക്കാട് നടന്നതിന് ചൈനയിൽ പറയും, ഇല്ലെങ്കിൽ ഡൽഹിയിലത്തെ കാര്യം എന്തിനാ പറയണം? അവനവൻ്റെ വീട്ടിലത്തെ കാര്യം പറഞ്ഞാൽ പോരെ? അത് നോക്കിയേ പോരെ? നമ്മൾ എന്തിനാ ഈ പറയുമ്പോഴേക്കും രാജസ്ഥാനിൽ അത് നടത്തി, ഗുജറാത്തിൽ അത് നടത്തി, എന്തിനതൊക്കെ പറയണത്? നമ്മുടെ വീട്ടിലത്തെ കുട്ടികൾക്ക് ചോറ് കൊടുത്താൽ പോരെ? എന്തിനാ ഈ പെണ്ണ അവിടെ അവർ നോക്കിക്കോളും. അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തവരും അവർക്ക് വേണ്ടത് അവർ തീരുമാനിക്കില്ലേ? ഇവിടുത്തെ കാര്യമല്ലേ നോക്കേണ്ടത്? ഇവിടുത്തെ കാര്യം നോക്കാൻ എന്താണ് സംഭവം? അതല്ലേ നമ്മൾ ചെയ്യും. ഞാനൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സാഫി കൂടെ നിന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ നിങ്ങൾ? ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ വെട്ടിത്തുറന്നവൻ സംസാരിക്കാത്തത് എന്തുകൊണ്ട്? ഇത് ചോദ്യം സാഫി മാൻകൂട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ? ചോദിച്ചിട്ടുണ്ടാവും. സാഫി മാൻകൂട്ടത്തിൽ അതെന്താണ്? ഒരു കൂട്ടുകാരനാണല്ലോ, ഇതെന്താണ്ടത് കേൾക്കണത്? മാനം കളയോ? ഇതെന്താണിത്? ഇതിലേതെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ? സംസാരിച്ചിട്ടുണ്ടായില്ലേ? കൂട്ടുകാരാണെങ്കിൽ സംസാരിച്ചിട്ടുണ്ടാവും. ഞാൻ എൻ്റെ കൂട്ടുകാരന് ഒരു പ്രശ്നം വന്ന പേഴ്സണലായിട്ട് ഞാൻ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരന് ഒരു പ്രശ്നം വന്ന് ചോദിക്കാറില്ലേ? തീർച്ചയായിട്ടും. ഈ പറയുന്ന എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ടൊരു മറുപടി കിട്ടുകയാണെങ്കിൽ കിട്ടാതിരിക്കില്ലല്ലോ. സാഫി നിൽക്കുന്നുണ്ട് എന്ന് പറയാൻ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? സാഫി നിൽക്കുന്നുണ്ട്, സാഫിൻ്റെ കാര്യമൊക്കെ ശരി തന്നെയാണ്. സാഫി ഇത് നിൽക്കുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല, നിൽക്കുന്നുണ്ട്. അപ്പം സാഫിക്ക് ഈ പറയുന്ന ബാക്കി നേതാക്കന്മാർ എന്തുകൊണ്ട് സാഫി ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നില്ല? ഓസ്ട്രേലിയ കിടക്കുന്ന ചെന്നിത്തല ഉടൻ 3 മണിക്കൂർ കൊണ്ട് നടപടി എടുക്കണം പറഞ്ഞു.
അയാൾ എന്ത് കണ്ടാ പറഞ്ഞത്? എന്ത് കണ്ടാ പറഞ്ഞു? അതിനെ ഇല്ലാണ്ടാക്കണം. ഇതാണ് കോൺഗ്രസ്സുകാരുടെ ആകെ ആവശ്യം. സാഫി കൂടെ നിൽക്കുന്നവനെ രക്ഷപ്പെടുത്തണം പെട്ടാണല്ലോ നിൽക്കുന്നത്. സാഫിക്ക് എവിടെ വേണമെങ്കിൽ നിന്നാൽ ജയിക്കാൻ പറ്റും, അതിനുള്ള കഴിവുണ്ട്. അതാണ് നല്ല ആത്മാർത്ഥ. പാലക്കാടുകാരെന്നല്ല, വേണമെങ്കിൽ അവൻ മലമ്പുഴയിൽ നിന്നാൽ മലമ്പുഴയിൽ നിന്നും ജയിക്കും. സാഫിനെ കണ്ടറിയും. അപ്പോൾ സാഫിക്ക് ഈ ഒരു സീറ്റ് വേണമെന്നുള്ള ചിന്തയൊന്നും അവനില്ല. പിന്നെ അവൻ്റെ ഇതിൽ പാലക്കാട് നിന്ന് ജയിക്കണം പെട്ട ഒരു പാര വെച്ചതാണെന്നും പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ എന്നാലും ഒരു കല്യാണം കഴിച്ച ചെക്കനെ ഇങ്ങനെ പാര വെക്കില്ല, അതിനുള്ള മനസാക്ഷിയൊന്നും അവനില്ല. സാഫി കള്ളെന്ന് പറയണതിന് രസമുണ്ടായിരുന്നു, എല്ലാവരും കേൾക്കും. ഒരു പെണ്ണ് കേസാണ് അവൻ കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയെ. അവനൊരു ചെക്കനാണ് അല്ലേ? അവനും ഒരു കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയെ അവനെ പൊലയാട്ട് പറഞ്ഞുണ്ടാക്കുമ്പോൾ തിരികെ ആലോചിക്കണ്ടേ? അത് ചെയ്യില്ല. അതങ്ങനെ ചെയ്യാനുള്ള ഒരു മനസാക്ഷിയൊന്നും സാഫിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മുഖത്ത് ആ കള്ളലക്ഷണമില്ല. അത് ഞാൻ 100% പറയാം. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കട്ടെ, 2.5 കൊല്ലം മുന്നാണ് അവള് ഈ സംഭവം ഗർഭത്തിൻ്റെ ഇതൊക്കെ കൊണ്ടുപോയിട്ട് വരുന്നത്. അപ്പം അന്ന് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവളുടെ കുട്ടിപ്പോലും ഒരു 1.5 വയസ്സെങ്കിലും ആയിട്ടുണ്ടല്ലേ? എവിടാ കുട്ടി അല്ലേ? നാട്ടുകാർ മുഴുക്ക ഒരു കല്യാണം കഴിയാത്ത ഒരു പെണ്ണ് ഗർഭിണിയായ നാട്ടുകാർ മുഴുക്ക കാണില്ലേ? ഈ 2.5 കൊല്ലത്തിനിടയിലും അതൊന്നും ആരും കണ്ടില്ലേ? അറിയാണ്ട് ചോദിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ, ഏത് കാര്യം പറയുമ്പോഴും ഒന്ന് ആലോചിക്കണ്ടേ സാറേ? ഒരു പെണ്ണ് വന്ന് ഒരാണിൻ്റെ പേരിൽ പറയുമ്പോഴേക്കും ഈ അങ്ങനെ പോയി കേസാക്കി അവനെ ഇതാക്കണില്ലേ? ഈ ആണിന് അതുമാതിരത്തെ ഒരു മാനമൊന്നും ഇല്ലേ? പെണ്ണുങ്ങൾക്ക് മാത്രം മാനം വിലയുള്ളൂ അല്ല? അതിനെന്താ നിങ്ങൾ പത്രക്കാരൊന്നും മറുപടി പറയാത്ത? ഒരു പെണ്ണിനെതിരെയാണ് ഒരാണ് കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചോദിക്കുന്ന ചോദ്യം, ഇയാൾ എന്തുകൊണ്ട് അയാൾ ഇത്ര ദിവസമായിട്ട് ഈ പറയണം ഞാൻ എൻ്റെ ഏത് അന്വേഷണം തയ്യാറാണ് കേട്ടോ, എന്താ വന്നില്ല? എനിക്ക് ക്രൈം ബ്രാഞ്ചിൻ്റെ അന്വേഷണമല്ല. അയാൾക്ക് വെട്ടിത്തുറന്ന് കാര്യങ്ങൾ സംസാരിക്കില്ല ജനങ്ങളുടെ അടുത്ത്. എന്തുകൊണ്ട് വന്നില്ല? മടിയിൽ കനവുണ്ടോ? തെറ്റ് ചെയ്തിട്ടുണ്ടോ? അയാൾക്ക് പാർട്ടി സീറ്റ് ഇല്ലെങ്കിൽ MLA സീറ്റ് അയാൾക്ക് എന്തിനാണ് രാജിവെച്ചുകൂടത്? അയാൾ എന്തിനു പാർട്ടി കോൺഗ്രസ്സുകാർക്ക് വേണ്ടാത്തൊരു MLA, ഈ പറയണ കോൺഗ്രസ്സുകാർക്ക് വേണ്ടാത്തൊരു അണി പാലക്കാട്ടുകാർക്ക് എന്തിനാ? ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ? കോൺഗ്രസ് എന്തിന് അയാളുടെ സ്ഥാനം രാജിവെപ്പിച്ചു? കോൺഗ്രസ്സുകാർക്ക് വേണ്ടാത്തത് രാഹുലിനെ കണ്ട് വോട്ട് ചെയ്തോ കോൺഗ്രസിനെ കണ്ട് വോട്ട് ചെയ്തോ ജനം? കുറ്റിച്ചൂലിനല്ലല്ലോ നിർത്തിയത്, ആണോ? അല്ല, കാര്യമായി ചോദിക്കുന്ന ചോദ്യമാണ്. കുറ്റിച്ചൂലിനെയാണോ നിർത്തിയത്? രാഹുലിൻ്റെ കൂടെ ഈ പറഞ്ഞ എല്ലാ നേതാക്കന്മാരും വന്നിട്ടുണ്ടായിരുന്നില്ലേ? പാലക്കാട് KC വേണുഗോപാൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് ഇപ്പോൾ ഒറ്റയ്ക്കാക്കി? എന്താ കൂടെ നിന്നില്ല? പാലക്കാടത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് കൂടെ നിന്നില്ല? കേസ് വരുന്നവരെ ഞങ്ങൾ അവൻ്റെ കൂടെ നിൽക്കും. മുകേഷിൻ്റെ കൂടെ നിന്നില്ലേ? കേസിന് വേണ്ടില്ല, വിധി വരട്ടെ വിട്ട് ഉമ്മൻചാണ്ടി രാജിവെച്ചോ? നിങ്ങൾ അത് മാത്രം ചോദിച്ചതിന് മറുപടി തരും. അയാളുടെ കൂടെ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ ഉണ്ടായിരുന്നില്ലേ? ഇലക്ഷൻ സമയത്തും കൂടെ എല്ലാം ഇല്ലല്ലേ? അവരാരെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ല? എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ രാഹുലിൻ്റെ കൂടെ അല്ല നടന്നത്. ആ നടന്ന ആൾക്കാരാണ് പറയേണ്ടത്. ശരിയല്ലേ? ആണോ? ശരിയാണോ? അല്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിന് കാരണം ആദ്യം പറയും. അല്ല, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് അങ്ങനെ ഒരാൾ ഇരിക്കരുത്. എങ്ങനത്തെ ആൾ ഇരിക്കരുത്? ഏത് ആരോപണത്തിനും നേരിടാൻ തയ്യാറാകണ്ടേ പാർട്ടി? ഇവരെ നമ്പിയിട്ട് ഏതൊരു പൗരന് അവരുടെ കൂടെ പോകുക? തല്ല് കൊള്ളാനും രാഹുലുണ്ടായിരുന്നു അല്ലേ? എവിടെയൊക്കെ പിടിച്ചു പറിക്കാനും എന്തിനും തുമ്മർത്ത് നിൽക്കാനുണ്ടായിരുന്നു അല്ലേ? ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും കൂടി ചവിട്ടി പുറത്താക്കുക. എല്ലാം കൊണ്ട് പാർട്ടിയുടെ അവർ എവിടെ നോക്കിയാലും രാഹുലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ അത് ആണോ അല്ലയോ കൂടെ നിൽക്കണ്ടേ? കൂട്ടുകാരന്മാരായ കൂടെ നിൽക്കണ്ടേ? ഇതാണോ ശരി? അവൻ ആദ്യം MLA സ്ഥാനം രാജിവെച്ചിട്ട് ആ യൂത്ത് കോൺഗ്രസ്സിൽ അവിടെ പ്രവർത്തിക്കേണ്ടതായിരുന്നു. അവൻ്റെ വളർച്ചയ്ക്ക് കേടുവരുത്താൻ വേണ്ടി ഇവിടെ കുത്തിവെക്കുന്ന ആളാണ്. നാട്ടുകാരനാണ് അവൻ. പെട്ടെന്ന് വളർന്നു പോകാൻ പറയും അവൻ്റെ സ്വയം തെറ്റുകാരനെ വരുത്തുകയാണ് അവൻ്റെ പേരിൽ, കൃഷ്ണമാർജീൻ്റെ അടുത്ത്. അല്ലാതെ ഈ പറയുന്ന ഏതൊരു ഇതിലും നിങ്ങൾക്ക് ഇലക്ഷൻ വരും മാത്രമേ ഈ പ്രശ്നം വരാറുള്ളൂ. പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോഴും വന്നു ഇതേ പ്രശ്നം. നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ ഈ പേരിൻ്റെ പേരിൽ വന്നു. ലോക്സഭ ഇലക്ഷൻ വരുമ്പോഴും വരും. ഇതിന് മുന്നൊന്നും ഒരു പരാതിയില്ലേ നിങ്ങൾക്ക് ആർക്കും? ഈ ഇലക്ഷൻ വരും മാത്രമേ ഈ പരാതിയുള്ളൂ. രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിജയം നമ്മളത് അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവരാണ്. രാഹുൽ മാൻകൂട്ടം ഈ പറയുന്ന അപ്പോൾ പാലക്കാട് കള്ളവോട്ടാണോ രാഹുൽ മാൻകൂട്ടം ജയിച്ചത്? 3000 വോട്ടിന് BJP തോറ്റ ഫണ്ടിൽ 17,000 വോട്ട് വന്നപ്പോൾ കള്ളവോട്ടായി മാറിയോ? സുരേഷ് ഗോപി ജയിച്ചത് മാത്രം കള്ളവോട്ട് പറയണു. ഇതെങ്ങനെ ഈ കള്ളവോട്ട്? ഒരു പാർട്ടി വോട്ട് മാറ്റാൻ ഒരു വ്യക്തി എല്ലാം പാർട്ടി വോട്ട് മറിച്ച് പറയുന്നുണ്ട്. ഒരാൾ തീരുമാനിച്ച വോട്ട് എങ്ങനെ മറിക്കുക? തോറ്റാ പറയും വോട്ട് മറിച്ചു എന്ന്. ആരാ എങ്ങനെ വോട്ട് മറിക്കണമെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഈ 10,000 വോട്ട് മറിച്ച് പറയണ ഈ 10,000 ആൾക്കാർ മറിക്കണമെങ്കിൽ ഒരുപാട് പണിയില്ലേ?
10,000 വോട്ട് ഒരാളെ ചെയ്യണത്, അതോ കോൺഗ്രസ് പാർട്ടിയാണ് ചെയ്യണത്, അല്ലെങ്കിൽ BJP-കാരാണ് ചെയ്യണത്, അതോ മറ്റേ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ചെയ്യണത്, അത് മുസ്ലിം ലീഗാണോ ചെയ്യണത്? ഈ 10,000 ആളുടെ കയ്യിൽ കിടക്കണ വോട്ടല്ലേ അത്? ആണോ അല്ലേ? ഇതെങ്ങനെ വോട്ട് മറിക്കുക? ഒരു ബൂത്തിൽ 1100 വോട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ, ഇല്ലെങ്കിൽ 800 വോട്ട്. അങ്ങനെയല്ലേ സാറേ? ഞാനും കടിച്ചപ്പാടില് അല്ലേ? അവിടെ ഇരിക്കുന്ന 3 പാർട്ടിൻ്റെ ആൾക്കാർ ആ നാട്ടുകാരാണ് അല്ലേ? വേറെ ആരെയും കൊണ്ട് ഇരുത്തുമോ? അപ്പോൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ആ വാർഡിലുള്ള ആളാണെന്ന് അറിയില്ല. വോട്ട് ചെയ്ത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണോ സുരേഷ് ഗോപി ജയിച്ചതൊക്കെ കള്ളവോട്ടാണെന്ന് പറയണത്? അവിടെ 3 പാർട്ടിക്കാർ ഇരുന്നിട്ടുണ്ടാവില്ലേ ബൂത്തിൽ ടിക്ക് ചെയ്യാൻ? അവിടെ ഇലക്ഷനിൽ വന്ന ആള് പേരും അഡ്രസ്സും വായിക്കുമ്പോൾ ആ എന്ന് പറഞ്ഞിട്ട് അവിടെ 3 ആൾ മൂളിയിട്ടില്ലേ? അപ്പം കള്ളവോട്ടാണ് തോന്നിയില്ലേ? അതിലെന്ത് തെറ്റ്? അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അറിയാണ്ട് ചോദിക്കട്ടെ, കൃഷ്ണകുമാറേട്ടൻ്റെ അടുത്ത് ഈ കൃഷ്ണകുമാറേട്ടൻ ഇലക്ഷൻ വരും മാത്രമേ ഈ പ്രശ്നം വരുന്നുള്ളൂ? അല്ല, ഇവർക്ക് ഇലക്ഷൻ വരുമ്പോഴേ ഈ ഒരു പേരും പെട്ട് വരാൻ തോന്നുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പോലെ തന്നെയാണ് ഈ ആരോപണം എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ ആരോപണം വന്നെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടമുള്ള ഓപ്പണായി പറയണ്ട. ഇപ്പം കൃഷ്ണകുമാർ വന്ന് ഓപ്പണായിട്ട് പറഞ്ഞില്ലേ? എന്താ കൃഷ്ണകുമാർ പറഞ്ഞതെന്ന്? കൃഷ്ണകുമാർ എന്തെന്നല്ല പറഞ്ഞു? എൻ്റെ ഇതിനുള്ള തെളിവൊക്കെ ഉണ്ട്, എനിക്കിതിൽ എന്ത് വേണമെങ്കിൽ ഞാൻ ഏത് അന്വേഷിച്ച് തയ്യാറാണ്. എന്താ രാഹുൽ മാങ്കൂട്ടം അതുമാതിരി ഒന്നും വരാത്തത്? അതെന്താ വരാത്തത്? പാർട്ടിയല്ല, അയാളുടെ വ്യക്തിത്വം അയാൾ സത്യസന്ധമായി തെളിയിച്ച് അയാൾക്ക് ആയതുകൊണ്ടാണ് പാർട്ടി അയാളുടെ കൂടെ നിൽക്കുന്നത്. അല്ലാണ്ട് പാർട്ടി സംഭവിച്ചു പാർട്ടിയല്ല, അയാളുടെ ഭാഗം ക്ലിയർ ആയതുകൊണ്ടല്ലേ പാർട്ടി അയാളുടെ കൂടെ നിൽക്കുന്നത്. ഇതാ ഒരു വലിയൊരു എന്തോ പറയാൻ പോണോ പറഞ്ഞു. എന്താ ഉള്ളത് പറയാൻ? VD സതീശൻ ആയിക്കോട്ടെ, VD സതീശനായാലും ശരി, ഇനിയിപ്പോൾ ആരായാലും ശരി, ഞാൻ ചോദിക്കണതല്ലേ. നേരെ മുളക്കാത്ത ഒരു ബോംബ് പൊട്ടും പറഞ്ഞു. ആരുടെ കൂട്ടം കേട്ടിട്ടാ? ആരാക്കിയത് ആരാ? അവനോ ഈ പറയുന്ന പട്ടാമ്പിയല്ല അയാളുടെ വീട്. അയാള് ഈ പത്രവും ഇതൊക്കെ കാണാൻ തുടങ്ങിയത് BJP കൂടിയല്ലേ? സന്ദീപ് വാര്യര് എന്നിട്ട് തിരിച്ചു കുത്തിയല്ലേ? ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അങ്ങനെയാണോ ഒരു ഇത് പറയുക? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.